ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ് ഹിസ്റ്ററിയിലെ ഓണപരീക്ഷയ്ക്കുള്ള അവസാനത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഓണപരീക്ഷകൾ സ്കൂളിൽ 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററുമാണ് ഉള്ളത്. 3ാമത്തെ ചാപ്റ്റർ സ്കൂളിലെ പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ടതായിട്ടില്ല. 1ഉം 2ഉം 4ഉമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അത് 4ാമത്തെ ചാപ്റ്റർ വളരെ പകുതിയാണ് പഠിക്കാനുണ്ടാവുള്ളൂ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, പകുതിയോളം നിങ്ങൾ പഠിച്ചാൽ മതിയാവും ശരിക്കും. ഓക്കെ, എന്നാലും ചാപ്റ്റർ മൊത്തം നമുക്ക് എന്ത് ചെയ്തേക്കാം, ഡിസ്കസ് ചെയ്തേക്കാം. ഇപ്പൊ പല സ്കൂളുകളിലും നോക്കുമ്പോൾ 4ാമത്തെ ചാപ്റ്റർ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ചില സ്കൂളിൽ തുടങ്ങിയിട്ടില്ല, ചില ടീച്ചർമാർ പറഞ്ഞേക്കാം മാറ്റി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, 4ാമത്തെ ചാപ്റ്റർ സിലബസ് പ്രകാരം 4ാമത്തെ ചാപ്റ്റർ പഠിക്കണം എന്നാണ്, 4ാമത്തെ ചാപ്റ്റർ പകുതി പഠിക്കണം എന്നാണ്. എന്നാലും ഫുള്ള് ഡിസ്കസ് ചെയ്തേക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പകുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ പറഞ്ഞതിന് ശേഷം കണ്ടു പഠിക്കാം. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ചാപ്റ്റർ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. സ്കൂൾ എടുത്ത് കഴിഞ്ഞിട്ട് എടുക്കാത്തവരാണെങ്കിൽ സ്കൂൾ എടുക്കാത്തവർക്ക് സ്കൂൾ എടുത്ത് കഴിയുമ്പോൾ ഡൗട്ട് ഉള്ളത് വന്ന് നോക്കി പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ 4ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനത്തെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്റർ നമുക്കറിയാം പ്യുവർ ഹിസ്റ്ററി അല്ല, പൊളിറ്റിക്സ് ആണെങ്കിൽ, പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആണെങ്കിൽ പൊളിറ്റിക്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഭരണഘടന എങ്ങനെ ഉണ്ടായി എന്നും ഭരണഘടനയ്ക്കുള്ള തീരുമാനങ്ങൾ എങ്ങനെ ഉണ്ടായി, ഭരണഘടനയിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്താണ് ഭരണഘടന, എന്താണ് പദവികൾ എന്നൊക്കെയുള്ള ഒരുപാട് പദവികളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് എന്ത് കിട്ടി, സ്വാതന്ത്ര്യം കിട്ടി. ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടി. ഓഗസ്റ്റ് 15-ാം തീയതി നമ്മള് സ്വാതന്ത്ര്യം പുലരിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, ഉദിച്ചുണർന്നത് അല്ലെ. അപ്പോ അന്ന് ജനാധിപത്യ സർക്കാർ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ആ ഒരു സ്വതന്ത്ര ഇന്ത്യ അന്നത്തെ ജനങ്ങൾക്ക് നൽകിയ 2 പ്രോമിസുകളുണ്ട്, 2 വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന് ഡെമോക്രാറ്റിക് ഗവേണൻസ് ആണ്, ജനാധിപത്യ സർക്കാരാണ്. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സർക്കാർ ഉയർന്നു വരും. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കും. ഒരു ഏകാധിപത്യ രാഷ്ട്രമോ ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രമോ ഒരു രാജഭരണമോ ഇന്ത്യയിൽ ഇനി ഉണ്ടാവില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ജനാധിപത്യ സർക്കാരാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അന്ന് ഇന്ത്യ എന്ന രാഷ്ട്രം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം. മറ്റൊന്ന് കൺസ്ട്രക്ഷൻ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമ രാഷ്ട്രം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ സംസ്ഥാനം എന്ന് മാത്രമല്ല വിചാരിക്കേണ്ടത്. സ്റ്റേറ്റ് എന്ന വാക്കിന് രാഷ്ട്രം അഥവാ രാജ്യം എന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രം, ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കും. അപ്പോൾ 2 വാഗ്ദാനങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സ്വതന്ത്ര ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയത്. ഒന്ന് ജനാധിപത്യ സർക്കാരാണെങ്കിൽ മറ്റൊന്ന് ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ്. ഈ 2 വാഗ്ദാനങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യം, ഈ സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിലെ ജനങ്ങളായ നമുക്ക് നൽകിയ 2 വാഗ്ദാനങ്ങൾ. അങ്ങനെ 1946 മുതൽ തന്നെ ഭരണഘടന നിർമ്മിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഭരണഘടന 1949 നവംബർ 26-ന് അംഗീകരിക്കുകയും 1950 ജനുവരി 26-ന് നിലവിൽ വരികയും ചെയ്തു അല്ലെ. അന്ന് അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയിൽ 395 ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു, 395 വകുപ്പുകൾ ഉണ്ടായിരുന്നു, 395 വകുപ്പുകൾ ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് വ്യത്യാസമുണ്ട്. ഭരണഘടനയിൽ ഒരുപാട് വകുപ്പുകൾ പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഒരുപാട് വകുപ്പുകൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയിൽ 395 ആർട്ടിക്കിളുകൾ ഭരണഘടന നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്നു. 8 ഷെഡ്യൂളുകൾ, 8 പട്ടികകളും 22 ഭാഗങ്ങളുമാണ് ഭരണഘടന നിർമ്മിക്കുമ്പോൾ, ഭരണഘടന ഉണ്ടാകുമ്പോൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. ഇത്രയും ഓക്കെ അല്ലേടാ. അപ്പൊ ഭരണഘടനയിൽ തുടക്കകാലത്ത് 1950 ജനുവരി 26-ന് നിലവിൽ വന്ന ഭരണഘടനയിൽ 395 ആർട്ടിക്കിളുകൾ, 8 ഷെഡ്യൂളുകൾ, 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ, 22 പാർട്ടുകളായിരുന്നു ഭരണഘടനയ്ക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭരണഘടന ഉണ്ടാക്കാനായിട്ട് ഒരു സഭ വിളിച്ചു ചേർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മക്കളെ പറയാനുണ്ട്. നമുക്ക് ഭരണഘടന വേണം എന്നുള്ള ആദ്യമായിട്ട് ആവശ്യം ഉന്നയിച്ചത് എം.എൻ. റോയ് ആണ്. എം.എൻ. റോയിനെ പോലുള്ള ഒരുപാട് ആളുകളുടെ നിരന്തര ശ്രമത്തെ തുടർന്നാണ് അവസാനം ബ്രിട്ടീഷുകാര് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്ക് ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അത്തരം ചരിത്രം, അത്തരം കഥകളൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചാപ്റ്റർ അത്രയും വാസ്റ്റ് ആയിട്ട് വ്യാപ്തമായിട്ട് നമുക്ക് അല്ലെങ്കിൽ അത്രയും ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ആ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടന നിർമ്മിക്കാൻ ഒരു അസംബ്ലി വിളിച്ചു ചേർത്തു. അതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചു. എന്നാ രൂപീകരിച്ചത്? ഡിസംബർ 6, 1946-ന്. എന്നാ രൂപീകരിച്ചത്? ഡിസംബർ 6, 1946-നാണ് എന്ത് രൂപീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്.
ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഡിസംബർ 6 രൂപീകരിക്കുകയും അതിന്റെ ആദ്യ സമ്മേളനം മക്കളെ ഡിസംബർ 9 ചേരുകയും ചെയ്തു. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്തു. ആ ഡിസംബർ 9 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം വിളിച്ചു ചേർത്തതിനു ശേഷം 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചെടുത്തത്. ഓക്കെ, പെട്ടെന്നൊന്നും ഉണ്ടായതല്ല. ഒരുപാട് ചർച്ചകൾ നടത്തി, ഒരുപാട് ഡിസ്കഷൻസ് നടത്തി, ഒരുപാട് ഡിബേറ്റ്സ് നടത്തിക്കൊണ്ട് വളരെ സമയം എടുത്തുകൊണ്ടാണ് നമ്മുടെ പവിത്രമായ ഭരണഘടന എന്ത് ചെയ്തിരിക്കുന്നത്, രൂപീകരിച്ചിരിക്കുന്നത്. എത്ര നാളാണ് ആ ഭരണഘടന രൂപീകരിക്കാൻ എടുത്തത്? 2 വർഷം 11 മാസം 17 ദിവസം. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ഭരണഘടന നിർമ്മിക്കാൻ എത്ര സമയം എടുത്തു? 2 വർഷം 11 മാസം 17 ദിവസം എടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിച്ചതെന്നാണ് 6 ഡിസംബർ 1946. ഡിസംബർ 6 1946 ഡിസംബർ 6 ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നത് എന്താണ്? 1946 ഡിസംബർ 9 ഇനി ഈ ഭരണഘടന അംഗീകരിച്ചത്, അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? 26 നവംബർ 1949 ഇനി ഈ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആചരിക്കുന്നത്. 26 ജാനുവരി 1950. 26 ജാനുവരി 1950 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഡാറ്റകൾ പഠിക്കണം. ഇതൊക്കെ വൺ വേർഡ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഓണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി ഭരണഘടനയുടെ ഫീച്ചേഴ്സ് എന്താണ്, സവിശേഷത എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ലോകത്തിനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് ഭരണഘടനയാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പൊ ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. പാർലമെന്ററി ഡെമോക്രസി, നമുക്ക് പാർലമെന്റ് ഇല്ലേ? പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ഇല്ലേ? ഉണ്ട്, നമുക്കറിയാം. ലോക്സഭയും രാജ്യസഭയും അടങ്ങുന്ന പാർലമെന്ററി വ്യവസ്ഥ ഇന്ത്യക്കുണ്ട്. അപ്പൊ പാർലമെന്ററി ഡെമോക്രസി, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനത്തെ ജനാധിപത്യ വ്യവസ്ഥയാണ്? പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, പാർലമെന്ററി ഡെമോക്രസിയാണ് ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നമുക്ക് എല്ലാവർക്കും മൗലിക അവകാശങ്ങളുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, മൗലിക കർത്തവ്യങ്ങളുണ്ട്. അപ്പോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുന്നതാണ് മൗലിക അവകാശങ്ങൾ. നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന, ഇന്ത്യൻ പൗരനായ നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശം. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തോട് ചെയ്യാനുള്ള കടമകളാണ് മക്കളെ എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങൾ. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് അല്ലെ. നമ്മൾ പാർലമെന്ററിൽ തന്നെ പറഞ്ഞു, പാർലമെന്ററി ഡെമോക്രസിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ഇന്ത്യക്ക് 2 നിയമനിർമ്മാണ സഭകളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ലോകസഭ, മറ്റൊന്ന് രാജ്യസഭ. ഒന്നേതാ? ലോകസഭ, മറ്റൊന്നേതാ? രാജ്യസഭ. ഈ ലോകസഭയും രാജ്യസഭയും അടങ്ങുന്നതാണ് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർലമെന്റ് സംവിധാനം അല്ലെ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. 2 ഹൗസുകളുണ്ട് നിയമനിർമ്മാണത്തിന്. 2 ഹൗസുകളുള്ളതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അല്ലെങ്കിൽ ഇന്ത്യയെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത്. 2 സഭകളുള്ള സഭ, അധിമണ്ഡല സഭയാണ് ഇന്ത്യക്കുള്ളത്. ഇനി ഇന്ത്യയിൽ ഫെഡറലിസം ഉണ്ട്. എന്താണ് ആ ഫെഡറലിസം? ഫെഡറലിസം എന്നാണ് നമുക്കറിയാം, ഇന്ത്യ എന്ന രാജ്യത്തെ 28 സംസ്ഥാനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ 28 സംസ്ഥാനങ്ങളും ഭരിക്കാൻ സർക്കാരുണ്ട്. അവിടെ സർക്കാരുകൾക്ക് സ്വയംഭരണ അധികാരമുണ്ട്. കേന്ദ്ര സർക്കാർ അവരെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സ്വയമായിട്ട് ഭരിക്കാനുള്ള അധികാരമുണ്ട്. ഈ സ്വയംഭരണ അധികാരത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് ഭരിക്കാനുള്ള അധികാരം നൽകുന്ന ഒരു സിസ്റ്റമാണ് എന്ത് മക്കളെ? ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോ കേന്ദ്ര സർക്കാരിന് ആധിപത്യമുള്ള ഫെഡറലിസം. ഓക്കെ, നമ്മൾ കുത്തഴിഞ്ഞൊരു ഫെഡറലിസം അല്ല. നമ്മളെ നിയന്ത്രിക്കാൻ ആരുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്. ആ കുത്തഴിഞ്ഞ ഒരു വ്യവസ്ഥ അല്ലാതെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന ഫെഡറലിസം ഉള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അധികാരം കൂടുതൽ കൊടുക്കുന്ന ഫെഡറലിസത്തോട് കൂടിയ ഒരു ഭരണഘടനയാണ് ആരുടെ ഭരണഘടന അല്ലെങ്കിൽ ആരുടെ രീതി? ഇന്ത്യയിലെ രീതി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ആ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ സ്ഥിരം വാർത്തയാണ്. നിങ്ങൾ അത് കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോ ഇന്ത്യയിൽ ഫെഡറലിസം ഉണ്ട്. എന്താണ്? സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണ അധികാരമുണ്ട്. പക്ഷേ ആ ഫെഡറലിസം ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ കൂടുതൽ അധികാരം ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്, സെൻട്രൽ ഗവൺമെന്റിനാണ്. ഇനി ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. ഇൻഡിപെൻഡന്റ് ആണ് നമ്മുടെ ഭരണഘടന കഴിഞ്ഞ ജുഡീഷ്യറി. എന്താ ജുഡീഷ്യറി? നീതിന്യായ സംവിധാനം, കോടതി സംവിധാനം. ഈ കോടതി സംവിധാനം സ്വതന്ത്രമാണ്, അതിനെ ആരും കൺട്രോൾ ചെയ്തിട്ടില്ല. അവർ ഇംപാർഷ്യൽ ആണ്, ഒരാളും പ്രത്യേകിച്ച് അനുകമ്പയോ മറ്റും കാണിക്കാത്തതാണ് എന്ത്? ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം. അപ്പൊ ഇത്തരത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യൽ സിസ്റ്റം, ഒരു
സ്വാതന്ത്ര്യമുള്ള, ഒരാളോട് പാർഷ്വാലിറ്റി കാണിക്കാത്ത, ഒരാളോട് പ്രത്യേകിച്ച് കൂറ് കാണിക്കാത്ത, ഭരണഘടനയോട് മാത്രം കൂറ് കാണിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം, അതുപോലെ തന്നെ ഒരു ഭരണ സംവിധാനം, അതുപോലെ തന്നെ ഒരു കോടതി സംവിധാനം, നിയമ സംവിധാനവും ഇന്ത്യയിലുണ്ട്. ഇതെല്ലാമാണ് മക്കളെ ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ റൈറ്റ് സൈഡ് അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി തന്നിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കുക, നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കി കൊണ്ടുപോവുക. അത് ഒട്ടും കാണാപ്പാഠം പഠിച്ചാൽ കിട്ടില്ല. നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കി കൊണ്ടുപോവുക. അത് വെച്ച് എക്സ്പ്ലനേഷൻ വരാൻ സാധ്യത കുറവാണ്. അഥവാ വന്നാൽ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, അടുത്താണ് മക്കളെ ഫെഡറലിസം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞു അല്ലെ? എന്താണ് നോക്കിയേ, ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഫെഡറലിസം ഈസ് എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ടു ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഓൺ ദി ബേസിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ? ഭരണഘടനയുടെ അടിസ്ഥാനത്തില് ഭരണത്തെ രണ്ട് ലെവലുകളിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നതിനെ, രണ്ട് തട്ടാക്കി മാറ്റുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫെഡറലിസം എന്ന് പറയുന്നത്. എന്താ ഫെഡറലിസം? ഭരണഘടനയുടെ അടിസ്ഥാനത്തില്, ഭരണഘടനാ അടിസ്ഥാനത്തില് ഭരണത്തെ രണ്ട് ലെവലുകളാക്കി മാറ്റുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ മക്കളെ? ഫെഡറലിസം എന്ന് പറയുന്നത്. ഇനി ദി ബേസിക് ഫീച്ചർ ഓഫ് ഫെഡറലിസം ആർ കൺസിഡർഡ് ടു ബി റിട്ടൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിവിഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഇനി ഈ ഫെഡറലിസത്തിന്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്താണ്? എഴുതപ്പെട്ടതും ശക്തമായ ഒരു ഭരണഘടന വേണം. ഫെഡറലിസം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? എഴുതപ്പെട്ടതും ശക്തവുമായ ഒരു ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന പോലെ എഴുതപ്പെട്ട ഒരു ഭരണഘടനയായിരിക്കണം, ശക്തമായ ഭരണഘടനയായിരിക്കണം. ഡിവിഷൻ ഓഫ് പവർ, അധികാരം വിഭജിക്കണം. കേന്ദ്ര സർക്കാരിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനും വിഭജിക്കണം. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, എന്താ? സ്വാതന്ത്ര്യമുള്ള ഒരു നിയമ സംവിധാനവും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടന അല്ലെങ്കിൽ ഫെഡറലിസം എന്ന ആശയം തത്വത്തിൽ അത് എന്ത് ചെയ്യപ്പെടുള്ളൂ? നിലനിൽക്കപ്പെടുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കോട്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഫെഡറലിസത്തിന്റെ കടുക്കൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്, ഫെഡറലിസം നശിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പിന്നീട് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്താണെന്നാണ് പഠിക്കേണ്ടത്. എന്താണ് ഇത്? ഇത്രയും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പഠിക്കണം, ഇത്രയൊന്നും പഠിക്കേണ്ട മക്കളെ. ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 9-10 പോയിന്റ് ഉണ്ട്. ഇതിൽ നിന്ന് 6 പോയിന്റ് പഠിക്കണം. 6 പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇതിൽ നിന്ന് 6 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായാലും പഠിച്ചു വെച്ചേക്കാം. എന്താ? ഒന്ന്, കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന സർക്കാരിനായാലും ഒരേ ഭരണഘടനയാണ്. ഭരണ വ്യത്യാസമില്ല. കേന്ദ്ര സർക്കാരിന് ഒരു ഭരണഘടന, സംസ്ഥാന സർക്കാരിന് വേറൊരു ഭരണഘടന ഇല്ല. രണ്ടു പേർക്കും ഒരുപോലത്തെ ഭരണഘടനയാണ്. ഓക്കെ, അടുത്തത് സോവറിനിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ? പരമാധികാരം. എല്ലാ അധികാരവും ആർക്കാണുള്ളത്? ഭരണഘടനയ്ക്കാണ്. ഭരണഘടനയ്ക്ക് മുകളിലൊന്നുമില്ല, ഭരണഘടനയ്ക്ക് താഴെയാണ് എല്ലാവരും അല്ലെ? പരമാധികാരി ആരാ? ഭരണഘടനയാണ് അല്ലെ? സോവറിനിറ്റി ആർക്കാണുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ സോവറിനിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇന്ത്യയിലെ പൗരത്വം എങ്ങനത്തെ പൗരത്വമാണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. വേറൊരു രാജ്യത്തെ പൗരന്മാർക്ക് ഇന്ത്യയിൽ വരണമെങ്കിൽ ഇന്ത്യയിൽ പൗരത്വം എടുത്ത ഒരാൾക്ക് വേറൊരു രാജ്യത്തെ പൗരത്വം ഓട്ടോമാറ്റിക്കലി നഷ്ടമാകും. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരാൾക്ക് വേറൊരു രാജ്യത്തെ പൗരത്വം എടുക്കാനുള്ള അധികാരമില്ല, ഇന്ത്യൻ പൗരത്വം ക്യാൻസൽ ആകും. ഓക്കെ, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യയിലെ പൗരത്വം. ഇനി സെൻട്രൽ ഹാസ് അപ്പർ ഹാൻഡ് ഇൻ പവേഴ്സ് ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന ഭേദഗതി ചെയ്യാൻ, ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം കൂടുതലും ആർക്കാണുള്ളത്? കേന്ദ്ര സർക്കാരിനാണുള്ളത്, സെൻട്രൽ ഗവൺമെന്റിനാണുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്നല്ലേ. ഓക്കെ, അപ്പോ ഈ ഭാഗത്തുള്ള പോയിന്റ്സ് എല്ലാം ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അതേപോലെ തന്നെയാണ് ഈ ഭാഗത്തുള്ളതും. ഓക്കെ, ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കേന്ദ്ര സർക്കാരിനിടയിലും സംസ്ഥാന സർക്കാരിനിടയിലും അധികാരം എന്ത് ചെയ്തിരിക്കുന്നു? വിഭജിച്ചു കൊടുത്തിരിക്കുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അടുത്ത എന്താ? ഇൻ ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് മോർ സബ്ജക്ട്സ് ആൻഡ് കീ പവേഴ്സ് ആർ വിത്ത് ദ സെന്റേഴ്സ്. ഈ അധികാരം വിഭജിക്കുമ്പോൾ കൂടുതൽ അധികാരങ്ങളും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ അധികാരങ്ങളൊക്കെ ആർക്കാണ് ഉണ്ടാവുക? കേന്ദ്ര സർക്കാരിനാണ് ഉണ്ടാവുക. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കോ? ഇല്ല. പ്രധാനപ്പെട്ട വകുപ്പുകളുടെയും പ്രധാനപ്പെട്ട അധികാരങ്ങളും എല്ലാം ആരുടെ അടുത്തായിരിക്കും ഉണ്ടാവുക? കേന്ദ്ര സർക്കാരിന്റെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം ഇൻഡിപെൻഡന്റ് ആണ്, സ്വാതന്ത്ര്യമുള്ളതാണ്, അതുപോലെ തന്നെ ഇംപാർഷ്യൽ ആണ്. ഒരു വ്യക്തിയോടോ ഒരു സംഘടനയോടോ ഒരു പാർട്ടിയോടോ ഒരാളോടോ കൂറ് കാണിക്കാതെ ഭരണഘടനയോട് മാത്രം കൂറ് കാണിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം, ഒരു നിയമ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. പിന്നെ ക്വാസി ഫെഡറൽ സിസ്റ്റം, അർദ്ധ ഫെഡറൽ സംവിധാനം. ഇന്ത്യയിലെ പൂർണ്ണ ഫെഡറൽ സംവിധാനമല്ല, അർദ്ധ ഫെഡറൽ സംവിധാനമാണത്. അതാണ് ക്വാസി ഫെഡറൽ സിസ്റ്റം, അർദ്ധ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഫെഡറൽ സിസ്റ്റം എങ്ങനെയാണ് മക്കളെ? ക്വാസി ഫെഡറൽ ആണ്, അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഏകദേശം ഒരു 6 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ,
അടുത്താണ് മക്കളെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിനെ 3 ബ്രാഞ്ചുകളാക്കി മാറ്റാം. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇതൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം. ഈ 3 ബ്രാഞ്ചുകളാണ് ഗവൺമെന്റിനുള്ളത്. ഗവൺമെന്റിന്റെ 3 ബ്രാഞ്ചുകളാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഏതൊക്കെയാ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പോ അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെജിസ്ലേച്ചർ ആണ്. നമുക്കറിയാം ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് ബോഡി, നിയമനിർമ്മാണ സഭ ഏതാണ്? പാർലമെന്റ് ആണ്. ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ലോകസഭയുമുണ്ട്, രാജ്യസഭയുമുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ നിയമനിർമ്മാണ ബോഡി, ലെജിസ്ലേറ്റീവ് ബോഡി പാർലമെന്റ് ആണെന്നും പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ലോക്സഭയും രാജ്യസഭയും ഉണ്ടെന്നും നമുക്കറിയാം. അതുപോലെ ഈ പാർലമെന്റിന്റെ പ്രധാന ഉത്തരവാദിത്തം എന്താണ്? മേക്ക് ലോസ് ഫോർ ദി കൺട്രി. രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുക. ഈ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താണ്? രാജ്യത്തിന് വേണ്ട, നാടിന് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കലാണ്. ഇനി അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്, സംസ്ഥാന നിയമസഭകളുണ്ട്. സംസ്ഥാനങ്ങളിലേക്ക് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാന നിയമസഭകളും നിലനിൽക്കുന്നുണ്ട്. ഇത്രയും ഓക്കെയല്ലേ? പാർലമെന്റിൽ നിന്ന് അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് ബോഡി പാർലമെന്റ് ആണ്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. അവിടെ ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കലാണ്. സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളാണ് നിയമങ്ങൾ, സംസ്ഥാനങ്ങൾക്ക് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്. ഓക്കെ അല്ലേടാ? ഇത്ര ഓക്കെ അല്ലേടാ? ഇതൊക്കെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പഠിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അടുത്തത് മക്കളെ ഫങ്ഷൻസ് ഓഫ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്. എന്താണ് ലെജിസ്ലേച്ചറിന്റെ, നിയമനിർമ്മാണ സഭയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ലോ മേക്കിംഗ്, നിയമനിർമ്മാണം. രാജ്യത്തെ നിയമിക്കാൻ വേണ്ട അല്ലെങ്കിൽ രാജ്യത്തെ നയിക്കാൻ വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുക. ആക്ട് ആസ് എ കസ്റ്റോഡിയൻ ഓഫ് പബ്ലിക് ട്രഷറി, പൊതു സ്വത്തിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുക, കാവൽക്കാരായി നിലകൊള്ളുക. പൊതുസ്വത്തിന്റെ പബ്ലിക് ട്രഷറി, നമ്മളൊക്കെ നികുതി പണത്തിന്റെ കാവൽക്കാരായി നിൽക്കേണ്ടത് ആരാണ്? പാർലമെന്റ് ആണ്. അടുത്തത്, പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കേണ്ടത് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്, ധർമ്മമാണ്. ടു കൺട്രോൾ എക്സിക്യൂട്ടീവ്, നിയമനിർമ്മാണ സഭ. അതായത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്. 3 ബ്രാഞ്ചസ് ആണ്. ഈ 3 ബ്രാഞ്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും കൺട്രോൾ ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയെയും ലെജിസ്ലേച്ചറിനെയും കൺട്രോൾ ചെയ്യുന്നു. ജുഡീഷ്യറി ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും കൺട്രോൾ ചെയ്യുന്നു. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. ആ നിയന്ത്രണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊന്നും എന്ത് ചെയ്യാത്തത്? നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് ഉപയോഗിക്കപ്പെടാത്തത്. ഇല്ലെങ്കിൽ മക്കളെ എന്തായാലും ഗവൺമെന്റ് നമ്മളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ടായാനേ. അപ്പോ അതില്ലാതിരിക്കാൻ അന്ന് മുതൽ തന്നെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ തന്നെ അംബേദ്കറെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നു? ഈ 3 ബ്രാഞ്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം, കൺട്രോൾ ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഓക്കെ. അടുത്തത്, ആക്ട് ആസ് എ ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ്, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നതിന് ഉള്ള അധികാരിയായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? പാർലമെന്റ് ആണ് പ്രവർത്തിക്കേണ്ടത്. കൺസിഡർ ആൻഡ് ഗിവ് അസെന്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്യുന്നത് ആരാണ് മക്കളെ? പാർലമെന്റ് തന്നെയാണ്. ഇതൊക്കെ നമ്മള് പലതവണയായിട്ട് വാർത്തകളിലൂടെയൊക്കെ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പഠിച്ചെഴുതാനായിട്ട് പറ്റിയൊരു കാര്യങ്ങളാണ് എന്ത്? ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മക്കളെ ലോക്സഭ. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ തന്നിരിക്കുന്ന ചിത്രം പുതിയ ലോക്സഭാ മന്ദിരമാണ്. നമുക്കറിയാവുന്ന പോലെ 2023 ലോക്സഭയ്ക്ക് പുതിയ മന്ദിരത്തിലേക്ക് ലോകസഭയും രാജ്യസഭയും മാറ്റി. ആ ലോകസഭയിലെ പുതിയ ലോക്സഭാ മന്ദിരത്തിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭയുടെ ഒരു ചിത്രമാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് തന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, അതെ പറഞ്ഞെന്ന് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ. അപ്പോ ലോവർ ഹൗസ്, മക്കളെ ലോക്സഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റിലെ ലോവർ ഹൗസ് ആണ്. ലോകസഭ ലോവർ ഹൗസ്, അപ്പർ ഹൗസ് രാജ്യസഭയാണ്, ലോവർ ഹൗസ് ലോകസഭയാണ്. ലോ ഓക്കെ. ലോവർ ഹൗസ് ലോകസഭ, രണ്ടിലും എല്ലോ ഉണ്ട്. അപ്പൊ മാറിപ്പോകണ്ട. ലോവർ ഹൗസ് ലോക്സഭ, ലോവർ ഹൗസ് ലോക്സഭ. ഇനി ഈ ലോക്സഭയെ ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. ലോക്സഭാംഗങ്ങളെ ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് അല്ലെ? നമ്മള് കഴിഞ്ഞ വർഷം ഏപ്രിലൊക്കെ ആയപ്പോൾ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു, നമുക്കറിയാമായിരുന്നു അല്ലെ? അപ്പൊ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ് ഇങ്ങോട്ട് ലോക്സഭാംഗങ്ങളെ. ലോക്സഭയിലെ അംഗങ്ങളെ ആരാ തെരഞ്ഞെടുക്കുന്നത്? ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതിനിധി സഭ, ജനപ്രതിനിധി സഭയാണ് ഏത്? ഈ പറയുന്ന ലോക്സഭ. ജനങ്ങളുടെ പ്രതിനിധികളാണ് എവിടെ ഉണ്ടാവുക? ലോകസഭയിൽ ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അപ്പൊ രാജ്യസഭയിൽ എന്താണ് അല്ലേ? അവിടെ ഇരിക്കട്ടെ സംശയം. അടുത്ത രാജ്യസഭ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോ
ഇനി ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള എന്താ ഒരു ക്രൈറ്റീരിയ? 25 വയസ്സ് കഴിയണം. അതല്ലാതെ വിദ്യാഭ്യാസത്തെ കുറിച്ചോ മറ്റൊന്നും പറയുന്നില്ല. 25 വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം. 25 വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും മത്സരിക്കാനും സാധിക്കുമെന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. കാലാവധി എത്ര വർഷമാണ് മക്കളെ? 5 വർഷമാണ് കാലാവധി. ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത് 550 ആണ്. നിലവിൽ 543 സീറ്റുകളുണ്ട്. 550 വരെ ആകാം, പക്ഷെ നിലവിൽ എത്ര ആക്കിയിട്ടുള്ളൂ? 543 ആക്കിയിട്ടുള്ളൂ. ഇനി ഇതിനെ ലെഡ് ചെയ്യുന്നത്, നയിക്കുന്നത് ആരാ? സ്പീക്കറാണ്. ലോക്സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ആരാ? സ്പീക്കറാണ്. സ്പീക്കർ ആരാണെന്നറിയോ? നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ ഓം ബിർളയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ സ്പീക്കറാണ് എന്ത് ചെയ്യുന്നത്? ലോക്സഭയെ നിയന്ത്രിക്കുന്നത്. ലോക്സഭയെ നിയന്ത്രിക്കുന്ന വ്യക്തി ആരാ മക്കളെ? സ്പീക്കറാണ്. ഇനി രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ലോക്സഭയ്ക്കുണ്ട്. പറയുമ്പോൾ ലോവർ ഹൗസ് ലോകസഭയാണെങ്കിൽ പോലും രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ആർക്കാണ്? ലോക്സഭയ്ക്കാണ്. മണി ബില്ല് പോലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു വകുപ്പുകളിലെ ബില്ലുകളൊക്കെ ആദ്യം എവിടെ അവതരിപ്പിക്കണം? ലോക്സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്. ആദ്യം എവിടെ അവതരിപ്പിക്കണം? ലോകസഭയിൽ തന്നെ അവതരിപ്പിക്കണം. അതല്ലാതെ അതുകൊണ്ട് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ഭരണഘടന അതിനെ സമ്മതിക്കുന്നില്ല. ഭരണഘടന അനുസരിച്ച് മണി ബില്ലും മറ്റു പ്രധാനപ്പെട്ട ബില്ലുകളും ആദ്യം എവിടെ തന്നെ അവതരിപ്പിക്കണം? ലോകസഭയിൽ തന്നെ അവതരിപ്പിക്കണം. ഓക്കെ, അപ്പോ അടുത്തതാണ് മക്കളെ രാജ്യസഭ. ഇത് ആ പുതിയ പാർലമെന്റ് കെട്ടിടത്തിലെ രാജ്യസഭാ മന്ദിരമാണ്. രാജ്യസഭയുടെ പുതിയ പാർലമെന്റ്, പുതിയ രാജ്യസഭ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോ രാജ്യസഭ എന്ന് പറഞ്ഞാൽ അപ്പർ ഹൗസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോവർ ഹൗസ് ലോക്സഭയാകുമ്പോൾ അപ്പർ ഹൗസ് ഏതാണ്? രാജ്യസഭയാണ്. അപ്പർ ഹൗസ് ഏതാടാ? രാജ്യസഭയാണ്. ഇനി ജനങ്ങളുടെ പ്രതിനിധികളല്ല, ഇവിടെ സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ്. ഓക്കെ, സംസ്ഥാന പ്രതിനിധി സഭയാണ് മക്കളെ ഏത്? രാജ്യസഭ. ലോകസഭ ജനപ്രതിനിധി സഭയാണെങ്കിൽ രാജ്യസഭ സംസ്ഥാനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ലോക്സഭ ജനപ്രതിനിധി സഭയാണെങ്കിൽ രാജ്യസഭ സംസ്ഥാനങ്ങളുടെ പ്രതിനിധി സഭയാണ്. സംസ്ഥാനങ്ങൾക്കുള്ള റെപ്രസെന്റേഷൻ ആണ് രാജ്യസഭയിലുള്ളത്. ഇനി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെങ്കിൽ 30 വയസ്സ് കഴിയണം. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 25 വയസ്സാണെങ്കിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെങ്കിൽ 30 വയസ്സ് കഴിയണം. ഇനി ഇവരെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, MLA മാരാണ്. നമ്മൾ ജയിപ്പിച്ചിരുന്ന MLA മാരില്ലേ, അവര് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകളാണ് ആര്? രാജ്യസഭാ മെമ്പേഴ്സ്. രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റോ? ഇല്ല. നമ്മൾ ജയിപ്പിച്ചിരുന്ന MLA മാർ തെരഞ്ഞെടുക്കുന്ന ആളുകളാണ് ആര് മക്കളെ? രാജ്യസഭാ MP മാര്. ഇനി രാജ്യസഭ പെർമനന്റ് ഹൗസ് ആണ്. രാജ്യസഭക്ക് കാലാവധി ഇല്ല. നമ്മൾ വിചാരിക്കും രാജ്യസഭ, ലോകസഭക്ക് 5 വർഷമേ ഉള്ളൂ, രാജ്യസഭക്ക് പക്ഷെ കാലാവധി ഉണ്ടോ? ഇല്ല. രാജ്യസഭ പെർമനന്റ് ഹൗസ് ആണ്. അതിനങ്ങനെ പിരിച്ചുവിടാനായി സാധിക്കില്ല. പക്ഷേ അതിലെ മെമ്പർമാർക്ക് കാലാവധി മക്കളെ 6 വർഷം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം. ഞാൻ രാജ്യസഭ MP ആയാൽ എനിക്ക് 6 വർഷമേ സേവനം അനുഷ്ഠിക്കാൻ പറ്റുള്ളൂ. പെർമനന്റ് ഹൗസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കുന്നവരെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. 6 വർഷം കഴിഞ്ഞ് എന്നെ മാറ്റി പുതിയ ആളെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരണം. അതല്ലാതെ രാജ്യസഭാ MP മാരെ പിരിച്ചുവിടാൻ പറ്റില്ല. പിരിച്ചുവിടണമെങ്കിൽ പിരിച്ചുവിടാം. അതല്ലാതെ 5 വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല. സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ 2 വർഷം കഴിയുന്തോറും 1/3 ഭാഗം മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇലക്ഷനിലൂടെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. രാജ്യസഭക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അത് പിന്നെയും പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി രാജ്യസഭയെ നയിക്കുന്നത് ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ലോക്സഭയെ സ്പീക്കർ ആയിരുന്നെങ്കിൽ രാജ്യസഭയെ വൈസ് പ്രസിഡന്റ് ആണ്. ഇനി മാക്സിമം സ്ട്രെങ്ത്, ഇതിന്റെ മാക്സിമം സ്ട്രെങ്ത് എത്രയാണ്? 250 ആണ്. 250ൽ 238 പേര് എന്ത് ചെയ്യും? വോട്ടെടുപ്പിലൂടെ ജയിച്ചു വരും. 12 പേര് എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യും. ഇവിടെ ഈ 543 പേരാണെങ്കിലും 545 ആണ് ഇപ്പോഴത്തെ സീറ്റിംഗ് കപ്പാസിറ്റി. ഈ 43 പേര് ജയിച്ചു വരുമ്പോൾ 2 പേര് എന്ത് ചെയ്യും? ഇലക്ഷനിലൂടെ നോമിനേറ്റ് ചെയ്യപ്പെടും. 2 പേര് ഇലക്ഷനിലൂടെ എന്ത് ചെയ്യപ്പെടും? നോമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇലക്ഷനിലൂടെ നോമിനേറ്റ് ചെയ്യല്ല, നോമിനേറ്റ് ചെയ്യപ്പെടും. 543 ജയിച്ചു വരുമ്പോൾ 2 പേരെ നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കും. ഇവിടെ 238 പേര് ജയിച്ചു വരുമ്പോൾ 12 പേരെ നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കും. ഓക്കെ, അടുത്തത് ബില്ലുകൾ എന്താണെന്ന് നോക്കാം. എടാ, നമ്മൾ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണെങ്കിൽ ഗവൺമെന്റ് ബില്ലും MP മാർ അവതരിപ്പിക്കുന്ന ബില്ലാണെങ്കിൽ പ്രൈവറ്റ് ബില്ല് എന്ന് വിളിക്കും. ഒരു ഗവൺമെന്റ് ബില്ല് എന്ന് വിളിക്കണമെങ്കിൽ ഒരു ബില്ല് ആരവതരിപ്പിക്കണം? മന്ത്രി ആയിരിക്കണം അവതരിപ്പിക്കുന്നത്. ആ ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ പാർലമെന്റിലെ ഏത് സഭയിലും ആരാണ് അവതരിപ്പിക്കുന്നത് നോക്കണം? മന്ത്രിയാണോ എന്ന് നോക്കണം. മന്ത്രിയാണ് അവതരിപ്പിക്കുന്നെങ്കിൽ മക്കളെ അതിന് എന്ത് വിളിക്കും? ഗവൺമെന്റ് ബില്ല് എന്ന് വിളിക്കും. അതല്ലാത്തൊരു MP, ഭരിക്കുന്ന പാർട്ടി ആയാലും പ്രതിപക്ഷത്തുള്ള പാർട്ടി ആയാലും ഏത് MP ആയാലും ഇത് അവതരിപ്പിക്കുന്ന ഏത് MP, മന്ത്രി അല്ലാത്ത ഏത് വ്യക്തി ആയാലും അതിന് എന്ത് വിളിക്കും? പ്രൈവറ്റ് ബില്ല് എന്ന് വിളിക്കും. ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. എന്താണ് ഗവൺമെന്റ് ബില്ല്, എന്താണ് പ്രൈവറ്റ് ബില്ല് എന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ചേക്കണം.
അടുത്തത് ഡിഫറെന്റ് സ്റ്റേജസ് ത്രൂ വിച്ച് എ ബിൽ ബിക്കം എ ലോ. ഒരു ബില്ല് ഒരു നിയമമായി മാറുന്നതിനുള്ള പല ഘട്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. ഫസ്റ്റ് റീഡിങ്, മണി ബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മണി ബില്ല് ലോക്സഭയിൽ തന്നെ അവതരിപ്പിക്കണമെന്നും ലോക്സഭയിലും രാജ്യസഭയിലും ബാക്കിയുള്ള എല്ലാ ബില്ലുകളും എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാമെന്നും നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയാൻ മക്കളെ എന്താ, ഈ ബില്ല് അവതരിപ്പിക്കുന്ന സെഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫസ്റ്റ് റീഡിംഗ്. അതായത് ഒരു MP-യോ ഒരു മന്ത്രിയോ ഈ ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് റീഡിംഗ്. ഇനി സെക്കൻഡ് റീഡിംഗ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചാണ്. ആ ബില്ലിന്മേൽ നടക്കുന്ന ചർച്ചകളാണ് മക്കളെ എന്ത്, സെക്കൻഡ് റീഡിംഗ്. തേർഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബില്ല് അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്ന വിഭാഗമാണ്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമാണ്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനാണ് എന്ത്, ആ ഒരു സെഷനാണ് മക്കളെ എന്ത് വിളിക്കുന്നത്, തേർഡ് റീഡിംഗ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് റീഡിംഗ് ബില്ല് അവതരണം, രണ്ടാമത്തെ റീഡിംഗ് സെക്കൻഡ് റീഡിംഗ് എന്താണ്, ബില്ലിലെ ചർച്ച, തേർഡ് റീഡിംഗ് അപ്രൂവൽ ഓർ റിജക്ട് അല്ലെ, തേർഡ് റീഡിംഗ് എന്താ, അപ്രൂവൽ ഓർ റിജക്ട് ചെയ്യുന്ന സെഷനാണ് എന്ത്, തേർഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് മക്കളെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, ഭരണഘടനാ ഭേദഗതി. നമ്മൾ ഭരണഘടന തിരുത്താനുള്ള അധികാരം ഭരണഘടന തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്താ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഈസ് മേക്കിംഗ് ഓഫ് കറക്ഷൻ, ഒമിഷൻസ് ആൻഡ് അഡീഷൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന തിരുത്തുകയും കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്നതിന്, ഭരണഘടനയിലെ വകുപ്പുകളെ കൂട്ടിച്ചേർക്കുകയും തിരുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഭരണഘടന നൽകുന്നുണ്ട്. കാരണം അന്ന് അംബേദ്കർ ഉണ്ടാക്കിയ നിയമങ്ങൾ, അല്ലെങ്കിൽ അന്ന് അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിലെ ചില നിയമങ്ങളൊക്കെ കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ ചെയ്യേണ്ടതുണ്ട്, മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോ അത് മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്തെ നിയമങ്ങളെല്ലാം പുരാതന കാലത്തെ നിയമങ്ങളാവും. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അന്നേ അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഭരണഘടന തന്നെ എന്തിനുള്ള അധികാരം കൊടുത്തത്, ഭരണഘടന തിരുത്താനുള്ള അധികാരം കൊടുത്തത്. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഭരണഘടന എന്ത് ചെയ്യുന്നത്, തിരുത്തുന്നത്. ഓക്കെ, ഭരണഘടനയിലെ അമെന്റ്മെന്റ് വരുത്തുന്നത് എന്ത് പ്രകാരമാണ്, വകുപ്പ് 368 ആർട്ടിക്കിൾ 368 പ്രകാരമാണ്. ഇനി ഈ കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് വിചാരിക്കാം. അതായത് ഭരണഘടന പറയാത്ത, ഭരണഘടന ആശയത്തിനെതിരായിട്ടുള്ള ബില്ലുകളാണ് അല്ലെങ്കിൽ നിയമങ്ങളാണ് പാസ്സാക്കുന്നതെങ്കിൽ അവിടെ ആരിടപെടും, സുപ്രീം കോടതി ഇടപെടും. സുപ്രീം കോടതിക്ക് അങ്ങനെ ഇടപെടാനുള്ള അധികാരമുണ്ട്. വെറുതെ കയ്യും കിട്ടി നോക്കിക്കല്ല, ഇതൊക്കെ തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഈ കൊണ്ടുവന്ന ഭരണഘടനക്കെതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടപെടാൻ ആരുണ്ട്, സുപ്രീം കോടതി ഉണ്ട്. സുപ്രീം കോടതിക്ക് അതെന്ത് ചെയ്യാം, റദ്ദാക്കാനായിട്ടുള്ള അധികാരവും ഉണ്ട്. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ഉള്ള എന്ത് നിയമങ്ങളും നടപ്പിലാക്കാൻ ആർക്ക് അധികാരമുണ്ട്, പാർലമെന്റ് അധികാരമുണ്ട്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൽ ഇടപെടാൻ ആരുണ്ട്, സുപ്രീം കോടതിയുമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് അമെന്റ്മെന്റ് ചെയ്യുന്നത് നോക്കാം. 3 ടൈപ്പ് അമെന്റ്മെന്റ് ഉണ്ട്, ഫ്ലെക്സിബിൾ, റിജിഡ്, മോർ റിജിഡ്. സിമ്പിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ചില നിയമങ്ങൾ പാസ്സാക്കാൻ പാർലമെന്റ് എന്ത് മതി, കേവല ഭൂരിപക്ഷം മതി, സിമ്പിൾ മെജോറിറ്റി മതി. ഇപ്പോൾ 543-ൽ 272 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ, 543-ൽ 272 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ ചില ബില്ലുകൾ നിയമമായിട്ട് മാറും. അതാണ് ഫ്ലെക്സിബിൾ അമെന്റ്മെന്റ്. വളരെ സിമ്പിൾ ആണ് അല്ലെ. കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രം നിയമമായി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്, ഫ്ലെക്സിബിൾ അമെന്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോ സംസ്ഥാനങ്ങളുടെ പേരുകള്, ബൗണ്ടറീസ്, പൗരത്വം, ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ എന്തിലാ വരുന്നത്, ഫ്ലെക്സിബിൾ അമെന്റ്മെന്റിലാണ് വരുന്നത്. എന്തിലാ വരുന്നത്, ഫ്ലെക്സിബിൾ അമെന്റ്മെന്റിലാണ് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്താ, സിമ്പിൾ മെജോറിറ്റി മതി, കേവല ഭൂരിപക്ഷം മതി. പക്ഷെ റിജിഡ് ആവുമ്പോൾ മക്കളെ സ്പെഷ്യൽ മെജോറിറ്റി വേണം. 273-ല് നമുക്ക് 543-ല് നമുക്ക് 272 പേരെ പിന്തുണ കിട്ടിയിട്ടുള്ള കാര്യമുണ്ടോ, ഇല്ല. 272-ൽ കൂടുതൽ ചിലപ്പോൾ 300-350 ആളുകളുടെ പിന്തുണ നിർബന്ധമായിട്ടും വേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതാണ് മക്കളെ എന്ത്, റിജിഡ് അമെന്റ്മെന്റ്. ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം തിരുത്തുമ്പോൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശതത്വങ്ങൾ തിരുത്തുമ്പോൾ, ഇതൊക്കെ തിരുത്തണമെങ്കിൽ എന്ത് വേണം, റിജിഡ് അമെന്റ്മെന്റ് ആണ്. അപ്പൊ അതെന്താണ്, അതിൽ സ്പെഷ്യൽ മെജോറിറ്റി തന്നെ വേണം. അപ്പോ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മോർ റിജിഡ് ആണ്, കുറച്ചും കൂടി ഗൗരവമേറിയ വിഷയങ്ങളാണ്. അപ്പോ എന്താണ്, സ്പെഷ്യൽ മെജോറിറ്റിയും വേണം മക്കളെ, അതുപോലെ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ പിന്തുണയാണ്. നമുക്കറിയാം, നമുക്ക് 28 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോ 14-ലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും വേണം. അങ്ങനെ 14-ലധികം സംസ്ഥാനങ്ങൾ പിന്തുണച്ചാൽ മാത്രമേ ചില നിയമങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ, ബില്ലുകൾ നിയമമായിട്ട് മാറാറുള്ളൂ. അതാണ് മക്കളെ എന്ത്, മോർ റിജിഡ് അമെന്റ്മെന്റ്. കേവല ഭൂരിപക്ഷം മാത്രം മതിയെങ്കിൽ ഫ്ലെക്സിബിള്, സ്പെഷ്യൽ മെജോറിറ്റി ആണെങ്കിൽ റിജിഡ്, സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ പിന്തുണയും വേണമെങ്കിൽ എന്താണ്, മോർ റിജിഡ് അമെന്റ്മെന്റ്. എക്സാമ്പിൾ എന്താണ്, ജനപ്രാതിനിധ്യ നിയമം, നമുക്കതൊക്കെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അധികാര വിന്യാസം, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള നിയമങ്ങൾ മാറ്റണമെങ്കിൽ അത് എന്ത് അമെന്റ്മെന്റ് ആണ്, മോർ റിജിഡ് അമെന്റ്മെന്റ് ആണ്. എന്താണ്, മോർ റിജിഡ് അമെന്റ്മെന്റ് ആണ്. ഓക്കെ,
അടുത്ത മക്കളെ എക്സിക്യൂട്ടീവ് ആരാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗം, ഗവൺമെന്റ് പോളിസികളും ഗവൺമെന്റ് നയങ്ങളും നടപ്പിലാക്കുന്ന, നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗമാണ് മക്കളെ ഇത് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് ആരൊക്കെ ഉണ്ടാവും? പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള മന്ത്രിസഭയുമുണ്ട്. നോക്കാം, ഈ എക്സിക്യൂട്ടീവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ഉണ്ട്, പെർമനന്റ് എക്സിക്യൂട്ടീവും ഉണ്ട്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാരാണ്, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, മന്ത്രിസഭ, വൈസ് പ്രസിഡന്റ് ഒക്കെയാണ്. പക്ഷേ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാണ്? ബ്യൂറോക്രാറ്റ്സ് ആണ്, ഉദ്യോഗസ്ഥരാണ്, ഓഫീസേഴ്സ് ആണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരോ അഖിലേന്ത്യാ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലെ ജീവനക്കാരോ ഒക്കെ ആരാണ്? പെർമനന്റ് എക്സിക്യൂട്ടീവിൽ വരുന്നവരാണ്. പക്ഷേ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ വീണ്ടും രണ്ടായിട്ട് മാറ്റാം. നോമിനൽ എക്സിക്യൂട്ടീവ്. നോമിനൽ എക്സിക്യൂട്ടീവ് ആരാണ്? പ്രസിഡന്റും വൈസ് പ്രസിഡന്റും. റിയൽ എക്സിക്യൂട്ടീവിൽ ആര് വരും? പ്രൈം മിനിസ്റ്ററും മന്ത്രിസഭയും വരും. പ്രൈം മിനിസ്റ്ററും വരും, മന്ത്രിസഭയും വരും. ഓക്കെ, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് പ്രസിഡന്റ് നോക്കാം. എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവൻ ആരാണ് മക്കളെ? യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ആണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ പുള്ളിക്കാരനെ കാണുന്നില്ല അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് പ്രധാനമന്ത്രിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രസിഡന്റ് ചുമതലകൾ കുറച്ചേ ഉള്ളൂ. ഒരുപാട് ചുമതലകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. കാരണം ഭരണഘടന അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് വലിയ റോള് കൊടുത്തിട്ടില്ല. വലിയ വലിയ പദവികളാണെങ്കിലും വലിയ വലിയ ആളാണെങ്കിലും ആൾക്ക് കുറഞ്ഞ റോളേ അവിടെ കൊടുത്തിട്ടുള്ളൂ, ഭരണഘടന കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ റോളുള്ളത് ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ്. അപ്പോ നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവൻ ആരാണ് മക്കളെ? പ്രസിഡന്റ് ആണ്. 35 വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും എന്തിൽ പങ്കെടുക്കാം? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം. 35 വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും എന്തിൽ പങ്കെടുക്കാം? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഇലക്ഷനിൽ ഇലക്ട്രൽ കോളേജ് ആണ് വോട്ട് ചെയ്യുന്നത്. നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രൽ കോളേജിൽ ആരാണ്? ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭകളിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഇവരുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ഫങ്ഷൻസ് നോക്കാം. സമൺ ദി പാർലമെന്റ്, പാർലമെന്റ് വിളിച്ചു ചേർക്കേണ്ട ഉത്തരവാദിത്തം പ്രസിഡന്റിനുണ്ട്. ഡിസോൾവ് ലോകസഭ, ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും സ്റ്റേറ്റ് ഗവർണർമാരെയും ഒക്കെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ സേനകളുടെയും സൈനിക മേധാവിയായി പ്രവർത്തിക്കുന്നതും ആരാണ് മക്കളെ? പ്രസിഡന്റ് ആണ്. കരസേന, നാവികസേന, വ്യോമസേന, എയർഫോഴ്സ്, ലാൻഡ് ഫോഴ്സ്, നേവി, ഇതിന്റെയൊക്കെ മേധാവി തലവനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാ? നമ്മുടെ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇത്തരത്തിൽ പ്രസിഡന്റ് വളരെ വലിയ പങ്കുകൾ ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തെ നാമമാത്രമായ രേഖകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത് ആരാണ്? എപ്പോഴും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇപ്പൊ ഇനി പ്രൈം മിനിസ്റ്ററെ പറ്റി പഠിക്കാം. എന്താണ് പ്രൈം മിനിസ്റ്റർ? നമ്മുടെ ഭരണതലവൻ അല്ലെ? എക്സിക്യൂട്ടീവിന്റെ ഹെഡ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രതലവൻ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഭരണതലവൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഇനി ഈ പ്രൈം മിനിസ്റ്റർ ആണ് മന്ത്രിസഭയെ തീരുമാനിക്കുന്നത്. ആ മന്ത്രിസഭയിൽ നിന്നുള്ള അധികാരങ്ങൾ മാറ്റണോ, മന്ത്രിസഭയിൽ നിന്നുള്ള പുറത്താക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്, പ്രധാനമന്ത്രിയാണ്. ഇപ്പൊ ഞാൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എനിക്ക് കീഴിലുള്ള മന്ത്രിമാരെ വകുപ്പ് എനിക്ക് മാറ്റാം. ആരോഗ്യ വകുപ്പുള്ള ആൾക്ക് സ്പോർട്സിന്റെ വകുപ്പ് കൊടുത്തിട്ട് സ്പോർട്സിന്റെ വകുപ്പുള്ള ആൾക്ക് ആരോഗ്യ വകുപ്പ് കൈമാറാം. വിദ്യാഭ്യാസം കൊടുത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് കൊടുക്കാം. എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ എന്റെ ഇഷ്ടമാണ്. പ്രധാനമന്ത്രി ഇഷ്ടമാണ് ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്യണം എന്നുള്ളതും ആരൊക്കെ മന്ത്രിസഭയിൽ നിർത്തണം എന്നുള്ളതും ആരുടെ ഇഷ്ടമാണ്? പ്രധാനമന്ത്രിയുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റിനെയും ക്യാബിനറ്റിനെയും അതുപോലെ പാർലമെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടിംഗ് ലിങ്ക് ആരാണ് മക്കളെ? പ്രധാനമന്ത്രിയാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് മന്ത്രിസഭയുടെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഭരണനിർവഹണം, ഒന്നാമത്തത് രാജ്യത്തെ ഭരണനിർവഹണമാണ്. അടുത്തത് ഫോർമുലേഷൻ ഓഫ് നാഷണൽ ആൻഡ് ഫോറിൻ പോളിസി, ദേശീയ നയങ്ങളും വിദേശ നയങ്ങളും രൂപീകരിക്കേണ്ടത് ആരാണ്? മന്ത്രിസഭയാണ്. അതുപോലെ തന്നെ പല വകുപ്പുകളുടെയും ഏകോപനം, രാജ്യഭരണത്തിനായിട്ട് പല വകുപ്പുകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കേണ്ടത് ആരാണ് മക്കളെ? നമ്മുടെ മന്ത്രിസഭയാണ്. അതുപോലെ ബില്ലുണ്ടാക്കലും ഓർഡിനൻസ് ഉണ്ടാക്കലും ആരുടെ ഉത്തരവാദിത്തമാണ്? മന്ത്രിസഭയുടെ ഉത്തരവാദിത്തമാണ്. ഇനി നിയമനിർമ്മാണ പ്രക്രിയ കൺട്രോൾ ചെയ്യുക, സ്റ്റിയർ ചെയ്യാന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക, അതും ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ മന്ത്രിസഭയാണ്. ഇനി ഭരണവും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സർക്കാരിന്റെ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട ഉത്തരവാദിത്വവും ആർക്കുണ്ട്? നമ്മുടെ മന്ത്രിസഭയ്ക്കുണ്ട്. ഓക്കെ, ഇത്തരം ഫങ്ഷൻസ് ആർക്കുണ്ട് മക്കളെ? നമ്മുടെ മന്ത്രിസഭയ്ക്കുണ്ട്. ആർക്കുണ്ടാ? മന്ത്രിസഭയ്ക്ക് ഉണ്ട്.
ഓക്കെ, അടുത്തതാണ് മക്കളെ സുപ്രീം കോർട്ട്. നമ്മുടെ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്താണ്? 28 ജാനുവരി 1950 ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത്. അതിന്റെ ആസ്ഥാനം നമുക്കറിയാവുന്നത് പോലെ ന്യൂഡൽഹിയിലാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ റിട്ടയർമെന്റ് ഏജ് മക്കളെ 65 വയസ്സാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ റിട്ടയർമെന്റ് ഏജ് എത്രയാണ്? 65 വയസ്സാണ്. പാർലമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും കാലാവധിക്ക് മുമ്പേ ഡിസ്മിസ് ചെയ്ത് വിടാം, ഇംപീച്ച് ചെയ്യാം. ഓക്കെ, അതിനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. ഓക്കെ, ഇനി പ്രസിഡന്റ് മുമ്പിലാണ് ചീഫ് ജസ്റ്റിസ് ആയാലും മറ്റ് ജഡ്ജിമാരായാലും സത്യപ്രതിജ്ഞ ചൊല്ലുന്നത് ആരുടെ മുമ്പിലാണ്? പ്രസിഡന്റിന്റെ മുമ്പിലാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്ക് തന്നെയാണ്? പ്രസിഡന്റിന് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത് പഠിക്കണം. എന്താണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ? ഒന്ന്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. എന്താണ്? ചില കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് മാത്രമേ വിധി പറയാൻ പറ്റുകയുള്ളൂ. അതാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തമ്മിലുള്ള തർക്കങ്ങളിൽ മറുപടി പറയാൻ അല്ലെങ്കിൽ വിധി പറയാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? സുപ്രീം കോടതിക്ക് മാത്രമാണ്. ഹൈക്കോടതിക്ക് വിധി പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ വിധി പറയാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് മാത്രമാണ്. അടുത്തത് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. അപ്പലേറ്റ് എന്ന് പറഞ്ഞാൽ ഉയർന്ന വിധി അല്ലെ? നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കോടതി, അധികാരം വെച്ചുള്ള ഏറ്റവും വലിയ കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ ഈ രാജ്യത്തുള്ള ഏത് കാര്യങ്ങളും ഇടപെടാനുള്ള ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ആ സുപ്രീം കോടതി പറയുന്നതിന് പേരുള്ള വേറൊരു വിധി ഉണ്ടാ? ഇല്ല. സുപ്രീം കോടതി പറയുന്നതാണ് അന്തിമ വിധി. അപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അധികാരം ആർക്കാണുള്ളത്? സുപ്രീം കോടതിക്കാണുള്ളത്. അടുത്ത അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. പ്രസിഡന്റിന് വേണമെങ്കിൽ ഉപദേശം കൊടുക്കാം. പ്രസിഡന്റിന് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശം വേണമെന്ന് തോന്നിയാൽ സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കാം, സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം കൊടുക്കാം. അതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. റിട്ട് ജൂറിസ്ഡിക്ഷൻ. നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് പുനഃസ്ഥാപിച്ച് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോകാം. അപ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ വരും 4 ക്ലാസ്സുകളിൽ നന്നായി പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഇത്തരത്തിൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്കെതിരാണെങ്കിൽ ആ നിയമം ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ തീരുകയാണ്. എങ്ങനെയാണ് പാർലമെന്റും ജുഡീഷ്യറിയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും പരസ്പരം കൺട്രോൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പാർലമെന്റ് എക്സിക്യൂട്ടീവിനെ ബജറ്റ് അപ്രൂവലിലൂടെയും ക്വസ്റ്റ്യൻ അവറിലൂടെയുമാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? നമുക്കറിയാം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഉൾപ്പെടുന്നതാണ്. അപ്പൊ അവരെ കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്? ബജറ്റ് അംഗീകരിച്ചുകൊണ്ടും ബജറ്റ് നടപ്പിലാക്കിക്കൊണ്ടും ചോദ്യോത്തരവേളയിൽ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പാർലമെന്റ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നത്. ജുഡീഷ്യറിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇംപീച്ച്മെന്റിലൂടെ. ജഡ്ജിമാരെ സ്ഥലം മാറ്റിക്കൊണ്ടോ ജഡ്ജിമാരെ പുറത്താക്കിക്കൊണ്ടോ കൺട്രോൾ ചെയ്യാം. വെറുതെ പുറത്താക്കാൻ പറ്റില്ല, അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി എക്സിക്യൂട്ടീവ് പാർലമെന്റിനെ കൺട്രോൾ ചെയ്യുന്ന എന്തിലൂടെയാണ്? പാർലമെന്റിനെ ആയാലും ജുഡീഷ്യറിനെ ആയാലും കൺട്രോൾ ചെയ്യുന്ന എന്തിലൂടെയാണ്? ബില്ല് കൺസിഡർ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ മെഴ്സി പെറ്റീഷൻ കൺസിഡർ ചെയ്തുകൊണ്ട്, ജഡ്ജിമാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട്, ജഡ്ജിമാരെ പോസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും കൺട്രോൾ ചെയ്യുന്നത്. ബില്ല് അംഗീകരിക്കുക, ബില്ല് നടപ്പിലാക്കുക, ബില്ല് നിയമമാക്കി മാറ്റാം, അത്തരം കാര്യങ്ങളിലൂടെ പാർലമെന്റിനെ കൺട്രോൾ ചെയ്യുന്നു. ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുക, ജഡ്ജിമാരെ സ്ഥലം മാറ്റാം, അതിലൂടെ ജുഡീഷ്യറിയും കൺട്രോൾ ചെയ്യുന്നു. ഇനി ജുഡീഷ്യൽ റിവ്യൂ പ്രകാരം പാർലമെന്റ് കൊണ്ടുവന്ന നിയമങ്ങൾ റദ്ദ് ചെയ്യുന്നു. തെറ്റായ നിയമങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി അങ്ങനെ ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? സർക്കാരിന് വേണമെങ്കിൽ ഒരു പൗരനെ അപഹരിക്കാൻ, ചൂഷണം ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് പരസ്പരം ഈ 3 വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? മക്കളെ കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്, വായിച്ചാൽ തന്നെ കിട്ടുന്ന ഒരു പാഠമാണ്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.